ചലച്ചിത്ര മേഖലയിലെ സൂപ്പർ നായകന്മാരിൽ ഒരാളാണ് നാഗാർജുന. പിതാവ് അക്കിനേനി നാഗേശ്വര റാവുവിന് പിന്നാലെ സിനിമയിലേക്ക് എത്തിയ നാഗാർജുന തന്റെ കരിയറിൽ വലിയ നേട്ടങ്ങളാണ് സ്വന്തമാക്കിയത്. ഇതിനകം മികച്ച നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രേക്ഷകരെ വലിയ തോതിൽ സന്തോഷിപ്പിക്കുകയും വലിയ ആരാധക പിൻബലം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് താരം. ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ മികച്ച വിജയം സ്വന്തമാക്കിയതിനൊപ്പം ഇപ്പോൾ ടെലിവിഷൻ ഷോകളിലും തിളങ്ങി നിൽക്കുകയാണ് ഇദ്ദേഹം. നാഗാർജുനയുടെ നായികയാവാൻ ആഗ്രഹിക്കാത്ത തെന്നിന്ത്യൻ നടിമാരുണ്ടാവില്ല. മുൻനിരയിലുള്ള താരസുന്ദരിമാരെല്ലാം ഏറെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണിത്. എന്നാൽ നടനൊപ്പം അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു നടിയുണ്ട്. നാഗാർജുനയുടെ കൂടെ അഭിനയിക്കാൻ തീരെ താല്പര്യമില്ലെന്ന് അറിയിച്ചത് മലയാളികൾക്കടക്കം പ്രിയങ്കരിയായ നടി നാദിയ മൊയ്തുവാണ്. നാഗാർജുനയെ നായകനാക്കി കല്യാൺ കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രമാണ് സൊഗ്ഗാടെ ചിന്നി നയന. ഈ ചിത്രത്തിന്റെ വിജയം പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. ഈ ചിത്രത്തിൽ നാഗാർജുന ഇരട്ട വേഷത്തിലാണ് അഭിനയിച്ചത്. ഒപ്പം 2 നായികമാരും ഉണ്ടായിരുന്നു. രമ്യ കൃഷ്ണയും ലാവണ്യ ത്രിപാഠിയുമാണ് ചിത്രത്തിൽ നാഗാർജുനയുടെ ഭാര്യമാരുടെ റോളിൽ അഭിനയിച്ചത്. ഈ ചിത്രത്തിൽ രമ്യ കൃഷ്ണ അവതരിപ്പിച്ച കഥാപാത്രം ആദ്യം ചെയ്യാനിരുന്നതും അതിന് സമ്മതം അറിയിച്ചതും നടി നാദിയ മൊയ്തു ആയിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ മുഴുവൻ കഥയും കേട്ട ശേഷം ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പോലുള്ള നാഗാർജുനയുടെ ഒരു ശീലം കാരണം അവരത് നിരസിക്കുകയായിരുന്നു. രമ്യ കൃഷ്ണയ്ക്ക് മുൻപ് നാദിയയാണ് സിനിമയിലേക്ക് അണിയറ പ്രവർത്തകർ ക്ഷണിച്ചത്. സിനിമയുടെ കഥ മുഴുവൻ കേട്ടതിന് ശേഷമാണ് നാഗാർജുനയുമായി കൂടുതൽ ഇന്റിമേറ്റ് സീനുകൾ ഉണ്ടെന്ന് നടി അറിയുന്നത്. രമ്യ അവതരിപ്പിച്ച നാദിയ അവതരിപ്പിക്കാനിരുന്ന കഥാപാത്രം ഈ സിനിമയിൽ നാഗാർജുനയെ പലപ്പോഴും കെട്ടിപ്പിടിക്കുന്ന സീനുകളുണ്ട്. തന്റെ അരയിൽ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ലാത്തതിനാൽ നാദിയ ഈ സിനിമ വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. പിന്നീടാണ് ആ സ്ഥാനത്തേക്ക് രമ്യ കൃഷ്ണന് അവസരം ലഭിക്കുന്നത്. രമ്യ ഈ വേഷം മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറുകയും ചെയ്തു. എന്നാൽ നാദിയ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഈ ചിത്രം കൂടുതൽ വിജയിക്കുമായിരുന്നു എന്നാണ് ആരാധകരുടെ അഭിപ്രായം. മാത്രമല്ല ഒരു കാലത്ത് തിളങ്ങി നിന്ന നടിക്ക് ശക്തമായൊരു തിരിച്ചുവരവ് കിട്ടിയോ എന്നത് സംശയമാണ്. നിലവിൽ മലയാളത്തിൽ അമ്മ വേഷങ്ങളിലാണ് നാദിയ മൊയ്തു അഭിനയിക്കുന്നത്. തമിഴിൽ നിർമ്മിച്ച ലെറ്റ്സ് ഗെറ്റ് മാരീഡ് എന്ന സിനിമയാണ് നാദിയുടേതായി അവസാനമെത്തിയ ചിത്രം. അതേസമയം നാഗാർജുന തെലുങ്ക് സിനിമകളിലും ടെലിവിഷൻ പരിപാടികളിലുമൊക്കെ സജീവമായി നിൽക്കുകയാണ്. തെലുങ്ക് ബിഗ് ബോസിന്റെ അവതാരകനായി എത്തിയാണ് നാഗാർജുന ശ്രദ്ധേയനാവുന്നത്.